രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധിപുണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതിദാതൻ മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിയമുഖനും ഗന്ധമാദനൻ. ഇങ്ങനെ ആ വാനരവീരന്മാരുടെ പേരുകളെല്ലാം പറയാണ്. ചൊല്ലുള്ള വാനരവംശ രാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാത്തോളമുണ്ടല്ലോ. വളരെ ചൊല്ലുള്ള പ്രശസ്തരായിട്ടുള്ള വാനര വീരന്മാര്, രാജാക്കന്മാര്, അവരുടെ എല്ലാവരുടെയും പേരും പരിചയവും ഒക്കെ പറഞ്ഞ് കേൾപ്പിക്കുവാൻ ഈ ലോകത്തില് അനന്തരമൊരു സാധ്യമല്ല. അങ്ങനെയുള്ള പ്രഗത്ഭരായിരിക്കുന്ന വാനരവീരന്മാരാണ് ഇവർ. അവരെ അങ്ങ് നേരിട്ട് കണ്ടാലും അവർക്ക് വേണ്ടതായ ആജ്ഞ അല്ലയോ രാമ അങ്ങ് നൽകിയാലും. അപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സുഗ്രീവനോട് പറഞ്ഞു, അല്ലയോ സുഗ്രീവ, കാര്യത്തിന്റെ ഗൗരവം അങ്ങക്ക് നന്നായിട്ട് അറിയുമല്ലോ. അങ്ങ് അതുകൊണ്ട് ഈ വാനരന്മാർക്ക് വേണ്ടുന്ന പ്രകാരത്തിലുള്ളതായ നിർദ്ദേശം നൽകിയാലും ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ഈ വാനരവീരന്മാരെ എല്ലാ ദിക്കുകളിലേക്കും നീ അയക്കുക. എന്തിനാ? ജാനകി ദേവിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വേണ്ടുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് നീ തന്നെ അവരെ അയച്ചാലും. ശ്രീരാമചന്ദ്രൻ എങ്ങനെയാണ് ഒരു ഭരണാധിപൻ പ്രോട്ടോക്കോള് നിലനിർത്തേണ്ടത് എന്ന് കാണിച്ചു തരികയാണ്. അദ്ദേഹം നേരിട്ട് വാനരന്മാർക്ക് ആജ്ഞ കൊടുക്കുകയല്ല. ആ വാനരവീരന്മാർ മുഴുവൻ സുഗ്രീവന്റെ സൈന്യങ്ങളാണ്. അതുകൊണ്ട് സുഗ്രീവനോട് പറയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഭംഗിയായി അങ്ങേക്കറിയാം, അതിന്റെ ഗൗരവവും അറിയാം. അതുകൊണ്ട് വേണ്ടുന്ന നിർദ്ദേശം ഈ വാനരവീരന്മാർക്ക് അങ്ങ് തന്നെ കൊടുക്കുക. അങ്ങനെ ഭരണയന്ത്രം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതും നമുക്ക് ഇതിനകത്തു നിന്ന് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഉടനെ തന്നെ സുഗ്രീവൻ അവരെ 4 വിഭാഗമാക്കി തീർത്തു. ഓരോ വിഭാഗവും ഓരോ ദിക്കിലേക്ക് പോകണം. അതിൽ ദക്ഷിണ ദിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭന്മാർ അംഗദന്റെ നേതൃത്വത്തിൽ, അംഗദനും ജാംബവാനും ആഞ്ജനേയനും നീലനും, അങ്ങനെ പ്രധാനികളെല്ലാം അതിൽ വേണം. കാരണം സീതാദേവി ഉണ്ടാകുവാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ദക്ഷിണ ദിക്കിലാണ്. ദക്ഷിണ ദിക്കിലേക്കാണ് ആ രാക്ഷസൻ ദേവിയെ അപഹരിച്ച് വിമാനത്തിലൂടെ പോകുന്നത് കണ്ടത്. എങ്കിലും എല്ലായിടവും നോക്കണം. അതിനുവേണ്ടിയിട്ട് എല്ലാ ദിക്കിലേക്കും ആളയക്കുന്നുണ്ട്. അവിടെയും പ്രഗത്ഭന്മാരെ അവർക്ക് നേതൃത്വം കൊടുക്കാൻ അയച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അദ്ഭുതഗാത്രയെ നീളത്തിരഞ്ഞെങ്കിൽ 30 നാളിനകത്ത് വന്നിടണം. 30 ദിവസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. സീതാദേവിയെ എല്ലായിടവും തിരയണം. തിരഞ്ഞ ദേവിയെ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും, എല്ലാ ദിക്കിലും ദേവിയെ കണ്ടെത്താൻ പറ്റൂലല്ലോ, ഒരിടത്തല്ലേ കണ്ടെത്താൻ പറ്റൂ. അങ്ങനെ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും 30 നാളിനുള്ളിൽ നിങ്ങളിവിടെ മടങ്ങിയെത്തിയിരിക്കണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡം ആശുഭുജിക്കണം. ദേവിയെ കണ്ടില്ലെങ്കിലും 30 ദിവസത്തിനുള്ളിൽ ഇവിടെ വരണം. വന്നിട്ട് ദേവിയെ കണ്ടില്ല എന്ന് പറയണം. ദേവിയെ കാണാതിരുന്നിട്ട് 30 ദിവസം കഴിഞ്ഞു വന്നാൽ അവന് വധമാണ് ശിക്ഷ. കണ്ടില്ല എന്നത് കുറ്റമല്ല, പക്ഷേ 30 ദിവസത്തിനുള്ളിൽ കാര്യം ഇവിടെ അറിയിക്കണം. കാരണം 30 ദിവസം തികയുമ്പോഴേക്കും അടുത്ത അനന്തര കർമ്മത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനുള്ളിലൂടെ വരണം.
കാണാതെ 30 നാൾ കഴിഞ്ഞു വന്നാൽ വധമാണ് ശിക്ഷ. സുഗ്രീവൻ പറഞ്ഞു, സുഗ്രീവാജ്ഞ എന്ന് പ്രസിദ്ധമാണിത്. അങ്ങനെ ഈ പ്രതിജ്ഞയ്ക്ക്, ഈ നിർദ്ദേശത്തിന് മാറ്റമില്ല എന്നും സുഗ്രീവൻ പറഞ്ഞു. ഇങ്ങനെ സുഗ്രീവന്റെ ആജ്ഞ അനുസരിച്ചിട്ട് സൈന്യങ്ങൾ അത്യുത്സാഹത്തോടുകൂടിയിട്ട്, ശ്രദ്ധയോടുകൂടിയിട്ട് 4 ദിക്കിലേക്കും അവരവർക്ക് തന്നിരിക്കുന്നതായ ദിക്കുകളിലേക്ക് യുദ്ധത്തിന്, സീതാ അന്വേഷണത്തിനു വേണ്ടി പുറപ്പെടുകയായി. ആ അവസരത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ദക്ഷിണ ദിക്കിലേക്ക് പുറപ്പെടുന്ന വാനരന്മാരുടെ കൂട്ടത്തിലുണ്ട് ആഞ്ജനേയൻ. ആഞ്ജനേയനെ മാത്രം അരികത്ത് വിളിച്ചു. ലക്ഷക്കണക്കിന് വാനരവീരന്മാരാണ് അവിടെ നിൽക്കുന്നേ. ഇതാ സീതാന്വേഷണത്തിന് പുറപ്പെടാൻ തുടങ്ങുന്നേ. ആ കൂട്ടത്തിൽ ആഞ്ജനേയനെ മാത്രം വിളിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാനസേ വിശ്വാസമുണ്ടാവതെന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിയിടുതു സഖേ. തന്റെ മുദ്രമോതിരം എടുത്തിട്ട് ആഞ്ജനേയന്റെ കയ്യിൽ കൊടുക്കുക. സീതാദേവിക്ക് നീ രാമസമീപത്തു നിന്ന് വരികയാണ് എന്ന് മനസ്സിൽ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ജാനകിയുടെ കയ്യിൽ ഈ മുദ്രമോതിരം കൊടുക്കുക. ആ മുദ്രമോതിരം രാമന്റേതാണ്. അപ്പോൾ ഈ വരുന്ന വാനരൻ രാമന്റെ വാക്ക് അനുസരിച്ച് ഇങ്ങോട്ട് വന്നതാണ്, രാമദൂതനാണ് എന്ന് സീതയ്ക്ക് ഉറപ്പ് വന്നുകൊള്ളു. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് ഈ വാനരവീരന്മാരുമായിട്ട് ചങ്ങാത്തമുണ്ടായതും വാനരവീരന്മാര് രാമന്റെ സൈനികരായി തീർന്നതൊന്നും ദേവി അറിഞ്ഞിട്ടില്ലല്ലോ. അത് ആഞ്ജനേയൻ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുമ്പോഴേ ദേവി അതെല്ലാം മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ആദ്യം ദേവിക്ക് വിശ്വാസം ഉണ്ടാക്കണം കണ്ടമാത്രയിൽ. അതിനു വേണ്ടിയിട്ട് ഈ മുദ്രമോതിരം കൊടുക്കുക എന്ന് പറഞ്ഞ് ആഞ്ജനേയന്റെ കയ്യിൽ അത് കൊടുത്തു. ആഞ്ജനേയൻ അത് തന്റെ ശിരസിൽ അത് ഭദ്രമായിട്ട് ബന്ധിച്ച് സുരക്ഷിതമാക്കി വെച്ചു. എന്തുകൊണ്ട് ആഞ്ജനേയനെ മാത്രം വിളിച്ചു വരുത്തി രാമൻ? ആ നിൽക്കുന്ന വാനരവീരന്മാരിൽ ജനിമരണ ജലനിധിയെ ചാടിക്കടക്കാനുള്ള ശേഷി, തപോബലം നേടിയിട്ടുള്ളത് ആഞ്ജനേയൻ മാത്രമാണ്. രാമനറിയാം. മറ്റുള്ളവരെല്ലാം ആ തപോബലം നേടുന്ന പരിശ്രമത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ആഞ്ജനേയൻ അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ആഞ്ജനേയൻ ദേവിയുടെ സമീപമെത്തും. സീത ആരെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ബ്രഹ്മവിദ്യയാണ് സീത. അതുകൊണ്ട് ഈ തപോബലം, പരമാത്മ ദർശനം നേടുവാൻ ഒരാൾക്ക് കരുത്ത് പകരുന്നതായ തപോബലം ആർക്കാണോ ഉള്ളത് ആ ആള് മാത്രമേ ബ്രഹ്മവിദ്യയെ കാണൂ, സീതയെ കാണൂ. അതുകൊണ്ട് ആഞ്ജനേയൻ മാത്രമേ സീതയെ കാണൂ. മറ്റുള്ളവരെല്ലാം ആഞ്ജനേയൻ സഹായം മാത്രമായിട്ട് ആഞ്ജനേയനോടൊപ്പം ഉണ്ടാകും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ വാനരവീരന്മാരിൽ ആഞ്ജനേയന്റെ യോഗ്യത പരിഗണിച്ചിട്ട് ആഞ്ജനേയനെ മാത്രം വിളിച്ചു വരുത്തി ആഞ്ജനേയന്റെ കയ്യിൽ ഈ മുദ്രമോതിരം കൊടുത്തത്. അങ്ങനെ വാനരവീരന്മാര് 4 ദിക്കുകളിലേക്കും പോയി. അതിൽ ദക്ഷിണ ദിക്കിലേക്ക് അംഗദന്റെ നേതൃത്വത്തിൽ വരുന്ന ആ വാനരവീരന്മാര് ബഹുദൂരം സഞ്ചരിക്കാണ്. എല്ലാവരും പോകുന്ന വഴിക്ക് ഒരു അങ്കുലം സ്ഥലം പോലും സൂക്ഷ്മമായി പരിശോധിക്കാതെ വിടുന്നില്ല. എല്ലാ പർവ്വതങ്ങളും നദികളും പാറക്കെട്ടുകളും ഗുഹകളും ഗ്രാമങ്ങളും നഗരങ്ങളും എല്ലാം പരിപൂർണമായിട്ട്, അന്ന് ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ ഈ മേഖലയിൽ തീരെ കുറവാണ് എങ്കിൽ അതുള്ളിടത്ത് അതും എല്ലാം പരിപൂർണമായിട്ടും അന്വേഷിച്ചുകൊണ്ട് അവര് മുന്നോട്ട് പോകുമ്പോൾ ആകെ അവര് ദാഹം കൊണ്ട് വരഞ്ഞു. പക്ഷേ സീതയെ കണ്ടെത്തണം, 30 നാളിനുള്ളിൽ തിരിച്ചു ചെല്ലുകയും വേണം. ആ ഉത്സാഹത്താൽ ദാഹത്തെ ഒന്നും വകവയ്ക്കാതെ അവര് വേഗത്തിൽ എല്ലായിടവും തിരഞ്ഞു പോവാണ്. അതിനിടയ്ക്ക് ഒരു ഭയങ്കരനായ രാക്ഷസനെ കണ്ടു. ഇവനായിരിക്കും രാവണൻ എന്ന് വിചാരിച്ച അയാളെ പിടിച്ചവരെല്ലാം കൂടി തല്ലിയങ്ങ് കൊന്നു. അപ്പോഴവനല്ല രാവണൻ എന്ന് മനസ്സിലായി. വീണ്ടും അവർ മുന്നോട്ട് പോയി. എവിടെ വെള്ളം കിട്ടും എന്നിങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയൊരു പർവ്വതത്തിന്റെ സാന്നിധ്യത്തിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ ഒരു ഗുഹ. ആ ഗുഹ ഇരുളടഞ്ഞതാണ്. നിറയെ മരങ്ങൾ കൊണ്ടും ചെടികൾ കൊണ്ടും ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. പുല്ലൊക്കെ കൊണ്ട് അതിന്റെ ഗുഹാദ്വാരം ആവൃതമാണ്. അതിനകത്തോട്ട് കടന്നു ചെല്ലാൻ ഇരുട്ടാണ്. എന്താണെന്ന് അറിയാൻ നിവൃത്തിയില്ല. അപ്പോൾ
അവരത് നോക്കി നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അതിനുള്ളിൽ നിന്നിട്ട് കുറേ പക്ഷികൾ വെളിയിലേക്ക് പറന്നു പോകുന്നു വരിവരിയായിട്ട്. ആ പക്ഷികളുടെ ചിറകിൽ നിന്നിട്ട് ജലബിന്ദുക്കൾ നിലത്തേക്ക് വീഴുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനുള്ളിൽ തടാകമുണ്ട്, അവിടെ ആ തടാകത്തിൽ നിറയെ ശുദ്ധജലമുണ്ട്, നമുക്ക് അങ്ങോട്ട് ചെല്ലാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇരുട്ടാണ്. ആഞ്ജനേയൻ മുന്നാലെ നടന്നു. ബാക്കി വാനരങ്ങളെല്ലാം ആഞ്ജനേയന്റെ പിന്നാലെ. അങ്ങനെ വളരെ ദൂരം ആ ഗുഹ മുഴുവൻ സഞ്ചരിച്ച് അവസാനം അവരൊരിടത്ത് എത്തിച്ചേർന്നു. സൂര്യനെപ്പോലെ ശോഭിക്കുന്ന, ദേവലോകം പോലെ അങ്ങേറ്റ സുന്ദരമായ ഒരു മഹാനഗരി. അവിടേക്കാണ് അങ്ങോട്ട് ചെന്നത്. അവിടെ ഒരു വലിയ കൊട്ടാര സദൃശമായ, കൊട്ടാരത്തെ പോലും ലജ്ജിക്കുന്നതായ ഒരു ഭവനം, മുഴുവൻ സ്വർണം കൊണ്ടും രത്നം കൊണ്ടും നിർമ്മിതം. ആ നഗരി മുഴുവൻ സ്വർണം കൊണ്ടും രത്നം കൊണ്ടും നിർമ്മിതം, ആകെ പ്രകാശപൂർണം. ആ കൊട്ടാര സദൃശമായിരിക്കുന്ന ആ കെട്ടിടത്തിനകത്ത് ഒരു സുന്ദരിയായ യുവതി തപസ് ചെയ്തുകൊണ്ട് വിരാജിക്കുന്നു. അവർ ആ യുവതിയെ കണ്ടു. അത് വേറെ ആരുമല്ല, സ്വയംപ്രഭയാണ്. ആ യുവതിയെ കണ്ടു, നമസ്കരിച്ചു. ഭയത്തോടെ, ഭക്തിയോടെ, ബഹുമാനത്തോടെ, ആദരവോടെ നമസ്കരിച്ചു. അപ്പോഴേക്കും അവിടെ ഇരിക്കുന്നത് സ്വയംപ്രഭയാണ്. ഹേമയ്ക്ക് ഭഗവാൻ കൊടുത്തതാണ് ആ നഗരി, ആ ഭവനം. മഹാതപസ്വിനിയായ ഹേമയ്ക്ക് ഭഗവാൻ നൽകിയത്. അവിടെ ഇപ്പോൾ ഉള്ളത് സ്വയംപ്രഭ മാത്രം, ഹേമയുടെ കൂട്ടുകാരിയായ സ്വയംപ്രഭ. ആ സ്വയംപ്രഭയാണ് ഇവർ കണ്ടത്, ഈ വാനരന്മാർ കണ്ടത്. സ്വയംപ്രഭ വാനരങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എങ്ങനെ ഇതിനകത്തേക്ക് വന്നു? എന്തിനിതിനകത്തേക്ക് വന്നു? എല്ലാം പറയുക. അപ്പോൾ അവർ ശ്രീരാമചന്ദ്രന്റെ കാര്യം മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. ഭഗവാൻ അച്ഛന്റെ സത്യം പരിപാലിക്കാൻ കാനനത്തിലേക്ക് വന്നതും, ദേവിയോടും അനുജനോടുമൊപ്പം കാനനത്തിൽ ജീവിച്ചതും, ഒരു രാക്ഷസൻ ദേവിയെ കവർന്നതും, ദേവിയെ അന്വേഷിച്ച് അവർ പമ്പാസരസിന്റെ തീരത്തെത്തിയതും, സുഗ്രീവനുമായി സഖ്യമുണ്ടായതും, ബാലിയെ നിഗ്രഹിച്ച സുഗ്രീവനെ വാനരന്മാരുടെ അധിപതിയായിട്ട് അദ്ദേഹം അവരോധിച്ചതും, അത് കഴിഞ്ഞിട്ട് സുഗ്രീവന്റെ നിർദ്ദേശത്താൽ 4 ദിക്കിലേക്കും സീതയെ തിരഞ്ഞ് കവികൾ പുറപ്പെട്ടതും, അതിൽ ദക്ഷിണ ദിക്കിലേക്ക് വന്ന കവികൾ, അതാണ് ഞങ്ങൾ. ദേവിയെ എങ്ങും കാണാതെ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴേക്കും ഈ ഗുഹാദ്വാരം കണ്ടു. ഇതിനുള്ളിൽ വെള്ളമുണ്ട് എന്ന് പക്ഷികളുടെ ചിറക് കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ ഇതിനുള്ളിൽ പ്രവേശിച്ചു. ഇതാ, അല്ലയോ ദേവി, അങ്ങയെയും ഞങ്ങൾ കണ്ടിരിക്കുന്നു. അപ്പോഴേക്കും സ്വയംപ്രഭ അവരോട് പറഞ്ഞു. സ്വയംപ്രഭയോട് അവർ ചോദിക്കുകയും ചെയ്തു, ദേവി ആരാണ് എന്ന്. അപ്പോൾ സ്വയംപ്രഭ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാതെ, അതേപോലെ ജലപാനം ചെയ്യാതെ ആകെ ക്ലേശിച്ചിരിക്കുകയാണ്. പക്വ ഫലമൂല ജാലങ്ങളൊക്കവേ ഭക്ഷിച്ച് അമൃതപാനം ചെയ്ത് തൃപ്തരായി ബുദ്ധി തെളിഞ്ഞ് വരുവിൻ. പഴങ്ങളെല്ലാം കഴിച്ച് ഇഷ്ടം പോലെ ഇതിനകത്തുണ്ട്. അമൃതതുല്യമായ ജലമുണ്ട്. അതെല്ലാം പാനം ചെയ്ത് ഭക്ഷണമെല്ലാം കഴിച്ച് തൃപ്തരായി തീർന്ന് ബുദ്ധി തെളിഞ്ഞ്, കരുത്ത് തെളിഞ്ഞ്, പ്രാണൻ തെളിഞ്ഞ് ഇങ്ങോട്ട് വരിക. എന്നാൽ മമ വൃത്താന്തം ആദിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്ന് പറഞ്ഞ് വാനരന്മാരെ ഭക്ഷണം കഴിക്കാനായിട്ട് അയക്കുന്നു. അവർ ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് തിരികെ വന്ന് ദേവിയെ നമസ്കരിക്കുന്നു. ദേവി തന്റെ വൃത്താന്തം അവരെ കേൾപ്പിക്കുന്നു. തുടർന്ന് അവർക്ക് വേണ്ടുന്നതായ സഹായവും ചെയ്യുന്നു സ്വയംപ്രഭ. നാളെ രാത്രി 8:30 നമുക്ക് ഒരുമിച്ച് കൂടാം. സ്വയംപ്രഭ വാനരന്മാർക്ക് നൽകുന്നതായ സേവനവും സ്വയംപ്രഭയുടെ സ്തുതിയും നമുക്ക് നാളെ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാം. അതിന് നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ പാദങ്ങളിൽ
എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.